Watch India's largest kids library only on Jio Hotstar. Download the app now. പറ്റിയ സമയം ഉറങ്ങി എന്റെ അമ്മോ ചിങ്കം സാർ, ഇതെന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ പുറകിൽ ആരാ ഉള്ളത്? നിങ്ങൾ ആരുടെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഇങ്ങോട്ട് വന്നേ? ഏയ്, ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടൊന്നും അല്ല. ഞങ്ങള് റെയ്ഡ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നിങ്ങളുടെ പേരിൽ മോഷണം നടത്തിയെന്ന് ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. മോഷണത്തിന്റെ പേരിൽ കംപ്ലൈന്റോ? അതും ഞങ്ങളുടെ പേരിലോ? അങ്ങനെയൊന്നും ഇല്ല ചിങ്കം സാറേ. ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ സ്വർണ്ണക്കടയിൽ നിന്ന് സ്വർണം അടിച്ചു മാറ്റിയിട്ടുണ്ടെന്ന്. കോൺസ്റ്റബിൾസ്, നിങ്ങൾ പെട്ടെന്ന് ചെന്ന് സെർച്ച് ചെയ്യൂ. പെട്ടെന്ന്. ഞങ്ങളുടെ അല്ല, ഈ വീടിന്റെയാണ് തിരയാൻ പറഞ്ഞത്. ഡോക്ടർ ജട്ക കസിറ്ററാം, രണ്ടാളൊന്ന് മാറി നിൽക്കൂ. മോട്ടു പത്ലുവിന്റെ പേര് മോഷണം നടത്തിയതിന്റെ കുറ്റമുണ്ട്. ഞാൻ വീട് മുഴുവൻ സെർച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പൊളിച്ചെടുത്തല്ലോ. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ ഒരിക്കലും കരുതിയില്ലേട്ടാ. എന്റെ അമ്മോ, മോട്ടു പത്ലു, എന്താണിത്? നിങ്ങൾ മോഷ്ടിച്ചത് അല്ലേ? ഞങ്ങളുടെ പുതിയ നിയമം പ്രകാരം മോഷണം ചെയ്യുന്നവരെ നാട് കടത്തണമെന്നാണ്. നിങ്ങൾ രണ്ടുപേരെയും നാട് കടത്തേണ്ടതായിട്ടുണ്ട്. നാട് കടത്തൽ എന്നേക്കുമായി. പക്ഷെ സാറേ, നിങ്ങൾ ഇത് എടുത്തോണ്ട് പോയിക്കോളൂ. ഞങ്ങൾ കള്ളന്മാരൊന്നും അല്ല. ഇത് മോഷ്ടിച്ചവനെ ഞങ്ങൾ തന്നെ പിടിച്ചു തന്നേക്കാം. നിയമത്തിന് ആവശ്യം തെളിവാണ്. തെളിവാണെങ്കിലോ നിങ്ങൾക്ക് എതിരെയാണ്. സോറി മോട്ടു പത്ലു, നിങ്ങൾ ഈ നഗരം വിട്ട് പുറത്തേക്ക് പോയേ പറ്റൂ, എത്രയും പെട്ടെന്ന്. വലിയേട്ടാ, കണ്ടില്ലേ? ഇവര് ഞങ്ങളെ മോഷ്ടാക്കളാണെന്നും പറഞ്ഞ് ഈ നഗരത്തിൽ നിന്ന് പുറത്താക്കുവാത്രേ. ഓയ് മോട്ടു, എന്റെ ചങ്ക്, എന്റെ ബ്രോ, ഞാനെല്ലാം കാണുന്നുണ്ട്. പക്ഷെ നിയമത്തിന്റെ തൊണ്ടി മുതൽ വളരെ പ്രധാനമാ. മാത്രമല്ല, സാക്ഷികളൊക്കെ നിനക്ക് എതിരുമാണ്. എന്നോട് ക്ഷമിക്കൂ മോട്ടു. ആരോ നമ്മളെ പറ്റിച്ചതാണ്. പക്ഷെ നമ്മുടെ കൂട്ടുകാരായിട്ട് പോലും അവര് നമ്മുടെ വാക്കുകൾ വിശ്വസിച്ചില്ലല്ലോ. മോട്ടു, പ്രശ്നങ്ങളുള്ള സമയത്തെ സുഹൃത്തുക്കളെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയൂ. നമ്മുടെ സുഹൃത്തുക്കളില്ലേ, നമ്മൾ അപമാനപ്പെടുമ്പോൾ അവരൊക്കെ ഇരുന്ന് ചിരിക്കുകയായിരുന്നു. നമ്മൾ അവർക്കൊരു തിരിച്ചടി കൊടുത്തേ മതിയാകൂ. ചായക്കടക്കാരാ, ചായയും കടിയൊക്കെ ഉണ്ടെങ്കിൽ എടുക്ക്. നന്നായി വിശക്കുന്നുണ്ട്, വേഗം എടുക്ക്. നല്ല മണം. എന്റെ മോട്ടു, നീ എന്തായി ചെയ്യുന്നേ? പെണ്ണുങ്ങളുടെ വേഷം കെട്ടി പറന്നാലും മോട്ടു പത്ലു ആണെന്ന് അവര് തിരിച്ചറിയും. കൊള്ളാലോ. ചായക്കടക്കാരൻ ചേട്ടാ, സമൂസ തന്നേക്ക്. നോക്കി പേടിപ്പിക്കാതെ വേഗം വന്നേ. ഇതാ ചേട്ടാ പൈസ. ഹലോ ചിങ്കം സാറേ. stop.
ചിങ്കം സാറേ, ഇത് ഞാനാ ഡോക്ടർ ജഡ്ക. കോൺസ്റ്റബിൾസ് സെർച്ച് ചെയ്യൂ. Yes, sir, search. പേര് ആ ഭാഗത്ത് എന്തൊരു സാധനമാ കിട്ടിപ്പോയി സാറേ. ദേരിക്കുന്ന മോഷണം പോയ ബാഗ്. എനിക്കൊരു ലേഡി ഫോൺ ചെയ്ത് കംപ്ലൈന്റ് തന്നു. നിങ്ങൾ ആ സ്ത്രീയുടെ ബാഗ് അടിച്ചു മാറ്റി കൊണ്ടുപോയെന്ന്. ഞങ്ങളുടെ പുതിയ നിയമപ്രകാരം നിങ്ങൾ രണ്ടുപേരും മോഷ്ടാക്കളാണ്. തെളിവുകൾ നിങ്ങൾക്കെതിരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരെയും നാട് കടത്തുന്നു. പൊളിക്കടുത്തല്ലോ ഞങ്ങളുടെ മീത് ആരാണ് കുറ്റം ചുമത്തിയത്. മമ്മി രക്ഷിക്കണേ. സാറേ ഇവര് ഭയങ്കര ക്രിമിനൽസുകളാണ്. ചിങ്ങം സാറേ നിങ്ങളെ പറ്റി ഒരുപാട് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. യു ആർ ഗ്രേറ്റ്. നിങ്ങൾ ഇത്രയും പെട്ടെന്ന് കള്ളന്മാരെ പിടിച്ചു അല്ലേ. താങ്ക് യു. ചിങ്കം സാറേ, ഈ ബാഗ് എങ്ങനെ വന്നെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. ഇവരാ ചായക്കടയിൽ സമോസ കഴിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ കണ്ടതാ. കള്ളികളായിട്ട്. Shut up. തെളിവുകൾ മുഴുവനും നിങ്ങൾക്ക് എതിരെയാണ് ഉള്ളത്. ഇതിന് നിങ്ങൾ ശിക്ഷ അനുഭവിക്കണം. ഫുർഫുറെ നഗരം വിട്ട് പുറത്തേക്ക് പോകണം. ഔട്ട് 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 ഔട്ട്. നിങ്ങൾ എന്താ ഇവിടെ? നിങ്ങളല്ല ഞങ്ങട്ട് പണി തന്നത്. ഞങ്ങള് തന്നെയാ. പൊളിക്കടുത്തല്ലോ നിങ്ങൾ എന്തിനാ ഞങ്ങൾക്കെതിരെ ഇതൊക്കെ ചെയ്തത്? ഓഹോ, നിങ്ങളായിരുന്നു അല്ലേ? അതെ, ഞങ്ങള് തന്നെ. ഞങ്ങൾ പറഞ്ഞതല്ലേ ഞങ്ങളെ ആരോ പറ്റിച്ചതാണെന്ന്. ഞങ്ങളായിരുന്നില്ല അത് മോഷ്ടിച്ചതെന്ന്. പക്ഷെ നിങ്ങളാരോ അത് വിശ്വസിച്ചില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കില്ല. പൊളിക്കടുത്തല്ലോ മോട്ടുപത്തലു, ഞങ്ങൾക്കൊരു വലിയ അബദ്ധം പറ്റിപ്പോയി. ആ ശരി, ഞങ്ങൾ പറയുന്നത് കേക്ക്. നിങ്ങൾ സാരി ഉടുത്തോളൂ. എന്തോ സാരിയോ? എന്തിനാ? ഇത് സാരി ഉടുക്ക്, ഒക്കെ പറഞ്ഞു തരാം. ഇവിടെയുള്ള ജോലിയൊക്കെ നോക്കാൻ ജോലിക്കാരെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. ഒന്നും രണ്ടും അല്ല, ഒത്തിരി പേരെ ആവശ്യമുണ്ട്. എന്നാ ഞങ്ങള് ജോലിക്ക് എടുത്തോളൂ സാർ. എത്ര കാശ് വന്നാലും ഞങ്ങൾക്ക് ഒരു വിഷയമില്ല കൂട്ടുകാരൻ സാറേ. ഓക്കെ, ഇപ്പൊ തന്നെ ജോലി തുടങ്ങിക്കോളൂ. നിങ്ങൾക്കൊക്കെ ഒരു കാര്യം അറിയോ? ഇൻസ്പെക്ടർ ചിങ്കം സാർ പറയുന്നത് ഈ നഗരത്തിലെ എല്ലാ കള്ളന്മാരും ഇവിടെ വിട്ട് പോയെന്നാ. ജോൺ ദ ഡോൺ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ അത്രേ. ജോൺ ദ ഡോണിന്റെ വീട്ടില് മോഷണ സാധനം വെക്കുവാൻ അവർ പ്ലാൻ ചെയ്തിരിക്കുക. എന്നിട്ട് കമ്മീഷണർ സാർ വന്നിട്ട് ജോണിന് നഗരത്തിൽ നിന്ന് പുറത്താക്കൂ അത്രേ. എന്ന് വെച്ചാൽ ഇൻസ്പെക്ടർ എന്നെ നോട്ടപ്പുള്ളിയാക്കിയിരിക്കുകയാണല്ലേ. ഈ ഫുർഫുറി നഗരത്തിൽ നിന്ന് അവരെ ഞാൻ ഓടിച്ചിരിക്കുക. അങ്ങനെ പണി കഴിഞ്ഞു. നാളെ രാവിലെ ഞാൻ കമ്മീഷണറെ ഈ വിവരം അറിയിക്കുക. എന്നിട്ട് ചിങ്കം സാറിന് പെർമനന്റ് ലീവ്. പിന്നെ ഈ നഗരത്തിലെ ജോൺ ആയിരിക്കും അല്ല. ജോൺ ആയിരിക്കും ഡോൺ. ജോൺ തന്നെയായിരിക്കും ഡോൺ. ജോൺ ദി ഡോൺ. നിങ്ങളെല്ലാവരും എന്താ ഇവിടെ? എന്താ സാറേ, ഇന്നലെ രാത്രി തൊട്ട് ഞങ്ങൾ ഇവിടെയല്ലേ ജോലി നോക്കുന്നത്. ഓക്കെ ശരി. ഞാൻ ഇവിടെ വന്ന കാര്യം ആരോടും പറയരുത്, കേട്ടോ? ഞങ്ങൾ പറയൂല സാറേ. പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ കൂടെ കുറച്ചു നേരം ദാണ്ടി കളിക്കണം. കാര്യം എന്താണെന്ന് പറ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ സാലറി കട്ട് ചെയ്യും. പറഞ്ഞേക്കാം, ഞാൻ സാലറി ഒന്നും തരത്തില്ല. എന്തിനാ അടിക്കുന്നതെന്ന് പറയേ. എന്താ എന്റെ അമ്മോ, ഇത്രയും ആൾക്കാർ ഇവിടെ എന്താ ഈ ചെയ്യുന്നത്? ഞാൻ അറിഞ്ഞില്ല. എന്തിനാ ഇവിടെ ലേഡീസ് വന്നിരിക്കുന്നത്? ജോൺ, നീയും അച്ഛനും നിങ്ങൾ എന്തിനാ വന്നിരിക്കുന്നത്? എന്തിന്? ഞാൻ പറയുന്നു, അലമാര പോയി തുറക്ക്. ഓഹോ,
കമ്മീഷണർ സാറേ നോക്ക്, ചിങ്കം സാറിന്റെ വീട്ടില് തൊണ്ടി മുതല് ഇയാളൊരു കള്ളന, അല്ലാതെ പോലീസ് ഒന്നും അല്ല. എന്റെ അമ്മോ, അച്ഛാ ഇവരെന്നെ കൊടുക്കാൻ നോക്കാണ്. ഞാനൊരു കള്ളനല്ല, കള്ളൻ 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 കള്ളനല്ല ഒരിക്കലും. എന്റെ അമ്മോ, നിങ്ങളോ? എന്തവിടെ നടക്കുന്നത് പറയൂ. മോട്ടു പത്രം, അത് നിങ്ങളായിരുന്നു. പിന്നെ ഞാൻ കുടുങ്ങിയ ലക്ഷണമുണ്ടല്ലോ. അതെ, നീ പിടിക്കപ്പെട്ടിരിക്കുന്നു. മോട്ടും പത്തിലും എല്ലാം എന്നോട് പറഞ്ഞിരുന്നു. നീ അലമാറയിൽ ഇത് ഒളിപ്പിച്ചു വെക്കുന്നത് ഞങ്ങൾ നേരിട്ട് കണ്ടതാണ്. നീയല്ലേ മോട്ടും പത്തിലും നീ ചതിച്ചത്. ഇപ്പോൾ നീ തന്നെ നാട് കടത്തപ്പെടേണ്ടിയിരിക്കുന്നു. ഔട്ട് 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 ഔട്ട്. അതിനു മുമ്പ് ഞങ്ങള് കുറച്ചുകൂടി ദാണ്ടിയെ കളിച്ചോട്ടെ. എന്നെ ഒന്നും ചെയ്യരുത്. Watch India's largest kids library only on Geo Hotstar. Download the app now.